Hi dears, welcome back to my flower. Today we are discussing the chapter Half a Day written by Naguib Mahtouxz. It is a chapter included in the Common Course text Litmosphere. Litmosphere എന്ന കോമൺ കോഴ്സ് ടെക്സ്റ്റ് ഡിഗ്രി സ്റ്റുഡൻസിന്റെ കോമൺ കോഴ്സ് ടെക്സ്റ്റ് ആണ്. അവരുടെ ആ ടെക്സ്റ്റിൽ ഉൾപ്പെട്ട ചാപ്റ്റർ ആണ് ഹാഫ് എ ഡേ. ഇറ്റ് വാസ് റിട്ടൺ ബൈ നജീബ് മഹ്ഫൂസ്. He was an Egyptian novelist, short story writer and screenwriter. നമ്മളുടെ എഴുത്തുകാരൻ നജീബ് മഹ്ഫൂസ്. He is an Egyptian writer and a famous novelist. He was awarded the Nobel Prize for Literature in 1988. 1988 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. And he wrote more than 30 novels and 350 short stories. അദ്ദേഹത്തിന്റെ കളക്ഷനിൽ ഏകദേശം 30 നോവലുകൾ ആൻഡ് 350 ഷോർട്ട് സ്റ്റോറീസ്. ഹിസ് സ്റ്റോറീസ് ആർ സെറ്റ് ഓൺ റൂറൽ ഈജിപ്ഷ്യൻ ബാക്ക്ഗ്രൗണ്ട്. റൂറൽ ഈജിപ്റ്റ്, ഗ്രാമീണ ഈജിപ്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ നോവലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹിസ് ഫ്രീക്വന്റ് തീംസ് ആർ മിസ്റ്റിസിസം, ഫിലോസഫി, സോഷ്യൽ ചേഞ്ചസ്, കൊളനൈസേഷൻ, റിലിജിയൻ ആൻഡ് ലവ്. അദ്ദേഹത്തിന്റെ തീംസ്, അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറികളിൽ ഉൾപ്പെടുത്തുന്ന തീം മിസ്റ്റിസിസം, അതേപോലെ തന്നെ ഫിലോസഫി, then social changes, colonization, religion and love. Then his masterpiece work is the Cairo trilogy, and it is 3 novels set in Cairo. The name of these novels are Palace Walk, Palace of Desire and Sugar Street. ഈ 3 നോവലുകൾ അത് അറിയപ്പെടുന്നത് കെയ്റോ ട്രിലോജി എന്നാണ്. ഈ 3 നോവലുകളുമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് കണക്കാക്കപ്പെടുന്നത്. The Seventh Heaven is his short story collection which was translated into English. അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ് Seventh Heaven and it was translated into English. Half a Day was first published in 1989 in Arabic. നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ അറബിക് ഇൻ 1989. And it was an allegory which symbolically represents an entire life of an individual. ഈ ഹാഫ് എ ഡേ എന്ന ഇത് ഒരു അലിഗറിയാണ്, അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ജീവിതം, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ വയസ്സാകുന്നവരെയുള്ള ആ ഒരു ജീവിതത്തെ ഒരു അലിഗോറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കഥയിൽ. ആൻഡ് ദ നരേറ്റർ shows the transience of life and the passage of time. ഈ കഥയിലൂടെ the narrator describes the transience of life. Transience means ആ ഒരു നൈമിഷികത. ജീവിതം എന്ന് പറയുന്നത് നിമിഷ നേരത്തിൽ കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു ഗ്യാപ്പിനുള്ളിൽ കഴിയുന്നതാണ് എന്ന ആ ഒരു ബോധം. അതേപോലെ പാസേജ് ഓഫ് ടൈം, കാലം വളരെ വേഗം കടന്നു പോകുന്നു, ആ കാലത്തിന്റെ ഓട്ടം, അതേപോലെ തന്നെ ജീവിതത്തിന്റെ നൈമിഷികത ഒക്കെ ഈ കഥയിലൂടെ വെളിവാക്കുന്നു. The narrator's life is presented as a school boy till he becomes a grandfather. ഇവിടെ നരേറ്ററുടെ ജീവിതം ഒരു കുട്ടിക്കാലം മുതൽ തുടങ്ങുന്നു, അതിനുശേഷം ഒരു ഗ്രാൻഡ് ഫാദർ ആ ഒരു സ്റ്റേജിലാണ് ഇത് അവസാനിക്കുന്നത്. ആ ഒരു ഡ്യൂറേഷൻ ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് ടൈം passes so speedily that even the narrator meets a sudden transformation when a young boy calls him grandfather. ഇതിലെ നരേറ്റർ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ, പെട്ടെന്നൊരു മാറ്റം അദ്ദേഹത്തിന് സംഭവിക്കുന്നു. അങ്ങനെ മാറ്റം പെട്ടെന്ന് അദ്ദേഹത്തിന് വരുന്നത് കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിവരിച്ച് വന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ടൈം ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് ഒരു കുട്ടി അദ്ദേഹത്തെ ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കുന്നു. ആ ഒരു വിളിയിൽ അദ്ദേഹം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു അദ്ദേഹത്തിന്. ആൻഡ് ദ സ്റ്റോറി intermingles time and human psychology. Here we can see the intermingling of time and psychology, human psychology. മനുഷ്യന്റെ മനഃശാസ്ത്രവും അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സും അതേപോലെ തന്നെ സമയത്തിന്റെ ആ ഒഴുക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ഓഫ് ഹിസ് കൺട്രി. ഈ ഒരു കഥയിലൂടെ അദ്ദേഹത്തിന്റെ, അതായത് ജന്മനാട് ഈജിപ്റ്റാണ്, ആ ജന്മനാട്ടിലെ ഈജിപ്തിലെ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ചേഞ്ചസും നമുക്ക് ഈ സ്റ്റോറിയിലൂടെ കാണാൻ സാധിക്കും. സ്റ്റോറി സ്റ്റാർട്ട്സ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബോയ് ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് റൈറ്റ് ഹാൻഡ് ആൻഡ് ഗോ ടു സ്കൂൾ. ഈ കഥ തുടങ്ങുന്ന സമയത്ത് ചെറിയ കുട്ടിയാണ് നരേറ്റർ. ആ ചെറിയ കുട്ടി
അച്ഛൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ആദ്യത്തെ സ്കൂളിലേക്കുള്ള യാത്രയാണ്. ആൻഡ് ഇൻഫാക്ട് ഹി വാസ് റണ്ണിങ് ടു കീപ് പേസ് വിത്ത് ഹിസ് ഫാദർ. നമുക്കറിയാം, മുതിർന്നവരോടൊപ്പം ചെറിയ കുഞ്ഞുങ്ങൾ നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവർ ഓടാറുണ്ട്. ആ മുതിർന്നവരോടൊപ്പം ആ ഒരു ഒപ്പത്തിനെത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു മക്കൾ ഓടുന്നത് പോലെ തൻ്റെ അച്ഛൻ്റെ കാൽവെപ്പിനോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു മകൻ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾ ഹിസ് ക്ലോത്ത്സ് വേ ന്യൂ. സ്കൂളിൽ ആദ്യമായിട്ട് പോവാണ്, തൻ്റെ ഡ്രസ്സെല്ലാം പുതിയതാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ സമയത്ത് പുതിയ കുപ്പായൊക്കെ ഇട്ട് പുതിയ ബാഗൊക്കെ എടുത്ത് നമ്മൾ സ്കൂളിൽ പോയ ആ ഒരു സിറ്റുവേഷൻ. ആൻഡ് ദ ഡാർക്ക് ഷൂസ് ഓർ ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ഹാറ്റ്. എന്തൊക്കെയുണ്ട്? ബ്ലാക്ക് ഷൂസ് ഉണ്ട്, ആൻഡ് ഓൾ ഹിസ് ക്ലോത്ത്സ് വെർ ന്യൂ, ദെൻ green school uniform and the red hat. His mother stood at the window watching his happiness and going to school. തൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് നോക്കി അമ്മ ജനലിൻ്റെ അടുത്ത് നിന്നു. ആൻഡ് they walked along the street lined with gardens. ആ സ്ട്രീറ്റിലൂടെ രണ്ട് സൈഡിലും പൂന്തോട്ടം അല്ലെങ്കിൽ ആ ഒരു ചെടികൾ വെച്ച് പിടിപ്പിച്ച മനോഹരമായ ആ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്നു. There were crops, prickly peas, henna trees and a few date palms. ഈ പോകുന്ന വഴിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. അതോടൊപ്പം തന്നെ they can see crops, ധാന്യങ്ങൾ വയൽ പാടങ്ങൾ പോലെയുള്ള ആ ഒരു പാടങ്ങൾ കാണാൻ സാധിച്ചു. അതേപോലെ prickly peas എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗങ്ങൾ, അതേപോലെ ഹെന്ന ട്രീസ്, മൈലാഞ്ചി ചെടികൾ, ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ്, ഈന്തപ്പനകളൊക്കെ കാണാൻ സാധിച്ചു. ആൻഡ് ദ നരേറ്റർ ആസ്ക്ഡ് ഹിസ് ഫാദർ വൈ ഹി വാസ് സെന്റ് ടു സ്കൂൾ ആൻഡ് ഹി വിൽ നോട്ട് അനോയ് ഹിം. പറഞ്ഞു, സ്കൂളിൽ ആദ്യമായിട്ട് പോവുകയാണ്, പറഞ്ഞു എന്തിനാ എന്നെ സ്കൂളിൽ വിടുന്നത്? ഞാൻ ഒരു ഉപദ്രവവും ചെയ്യില്ല, ഞാൻ നല്ല കുട്ടിയായിട്ട് വീട്ടിലിരിക്കും, എനിക്ക് സ്കൂളിൽ പോകണ്ട, നമ്മളെല്ലാവരും പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കുട്ടി പറയാൻ തുടങ്ങി. ആൻഡ് ഹിസ് ഫാദർ ടോൾഡ് ഹിം ദാറ്റ് സ്കൂൾ ഇസ് നോട്ട് എ പ്ലേസ് ഓഫ് പണിഷ്മെന്റ്. Suddenly the father replied, മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? The school is not a place of punishment. ഒരു ശിക്ഷ നൽകുന്ന സ്ഥലമൊന്നുമല്ല സ്കൂള്, മറിച്ച് എന്താണ്? Instead, it is a factory which makes useful men out of boys. സ്കൂൾ എന്ന് പറയുന്നത് ഒരു നല്ല സ്ഥലമാണ്, ഒരു ഫാക്ടറി പോലെയാണ്. എങ്ങനെയാണ്? ഈ കുഞ്ഞി കുട്ടികളിൽ നിന്നും നല്ല നല്ല ഉപയോഗപ്രദമായിട്ടുള്ള രാജ്യത്തിനും വീടിനും നാടിനും വീടിനും ഒക്കെ ഉപകാരമുള്ള മക്കളായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ, അല്ലാതെ അവിടെ പണിഷ്മെന്റ് ഒന്നുമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് ദ ബോയ് ഫെൽറ്റ് ദാറ്റ് ഹി ഈസ് ത്രോൺ ഔട്ട് ഓഫ് ഹിസ് കംഫർട്ട് സോൺ. കുട്ടിക്ക് തോന്നി തൻ്റെ കംഫർട്ട് സോൺ, വീട്ടിൽ നല്ല സുഖമാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കഴിച്ച് ചിരിച്ചൊക്കെ നടക്കാം, പക്ഷെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കിയതുപോലെ തോന്നി. ആൻഡ് ദ സ്കൂൾ ലുക്ക്ഡ് ലൈക്ക് എ ഫോർട്രസ് stern and grim. സ്കൂള് ഒരു വിചിത്രമായ സ്ഥലമായിട്ട് തോന്നി, അതേപോലെ തന്നെ ഗ്രീൻ പ്ലേസ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്ഥലമായി തോന്നി. ആൻഡ് ഇൻ ദി സ്കൂൾ യാർഡ് there were a lot of boys and girls and the father asked him to join with them with a smile and be a good example to others. അങ്ങനെ നടന്ന് സ്കൂളിന്റെ ഗേറ്റിനടുത്തെത്തി. ഗേറ്റിനടുത്തെത്തിയ സമയത്ത് കണ്ടു മുറ്റത്ത് കുറേ കുട്ടികളെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ടു go and join with them with a smile. ഒരു ചിരിയോടുകൂടി നേരെ പോയിട്ട് അവരുടെ കൂടെ കൂടിക്കോന്ന് പറഞ്ഞു. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് നീ ഒരു നല്ല മാതൃകയായിരിക്കണം, അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ചിരിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കൂടെ ചേരാൻ പറഞ്ഞു. ബട്ട് ദ ബോയ് വാസ് റിലക്റ്റന്റ് ആൻഡ് ടൈറ്റൻസ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ്. ഒരു നല്ല ചിരിയോടുകൂടി മറ്റു കുട്ടികളോടൊപ്പം ചേരാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ കുട്ടി റിലക്റ്റന്റ് ടു ഗോ, അവൻ വിസമ്മതിച്ച് അവിടെ നിന്നു, മടിച്ച് അവിടെ നിന്നു. ആൻഡ് ടൈറ്റൻസ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ്. അച്ഛൻ്റെ കൈ മുറുക്കെ പിടിച്ചു. അയ്യോ എനിക്ക് പോകണ്ട, സ്കൂളിൽ പോകണ്ട. ആദ്യത്തെ നമ്മൾ കുഞ്ഞുങ്ങളെ കാണാം, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ആ ഒരു പരാക്രമം. ആൻഡ് ബട്ട് ദി ഫാദർ ജെന്റ്ലി പുഷ്ഡ് ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം ടു ബി എ ഗുഡ് പേഴ്സൺ. പക്ഷെ അച്ഛൻ വിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഒരൊറ്റ തള്ളു വെച്ച് കൊടുത്തു. ഗേറ്റിനടുത്തെത്തി പാടന്നെ തള്ളിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ടു ബി എ ഗുഡ് പേഴ്സൺ. മോനൊരു നല്ല കുട്ടിയായിട്ട് വരണേ, നല്ല മോനായിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് തള്ളി നേരെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്കാക്കി. ആൻഡ് ഹി ഓൾസോ ആഡഡ്, പറഞ്ഞു, എന്താ പറഞ്ഞത്? ടുഡേ യുവർ ട്രൂലി ലൈഫ് ബിഗിൻസ്. എന്താ പറഞ്ഞത്? ടുഡേ യു ട്രൂലി ബിഗിൻസ് യുവർ ലൈഫ്.
നീ നിന്റെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇന്ന് മുതലാണെന്ന് പറഞ്ഞു. നിന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഇന്ന് മുതലാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. He confirmed that he will be there when it is the time to leave. ഒരു ഉറപ്പും കൂടി കൊടുത്തു. നമ്മളൊക്കെ സ്കൂളിൽ പോയപ്പോൾ അങ്ങനെയായിരുന്നു അല്ലേ? അമ്മ പറയും മോന അല്ലെങ്കിൽ മോള് സ്കൂൾ വിട്ട് കഴിയുന്നവരെ അമ്മ ഇവിടെ ഇരിക്കും എന്ന് പറയും. ആ ഒരു ഉറപ്പുമേലാണ് നമ്മൾ സ്കൂളിൽ അത്രയും നേരം ചെലവാക്കുന്നത്. അപ്പൊ അതേപോലെ പറഞ്ഞു, ഹി കൺഫേംഡ് ദാറ്റ് ഹി വിൽ ബി ദെയർ വെൻ ഇറ്റ് ഈസ് ദ ടൈം ടു ലീവ്. സ്കൂൾ വിടുന്ന സമയമാകുമ്പോഴേക്കും അച്ഛൻ ഇവിടെ ഉണ്ടാവും എന്ന് ഉറപ്പും കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് നമ്മുടെ നറേറ്റർ കയറി. He joined with the boys and girls and he felt like a stranger. അങ്ങനെ അച്ഛൻ ആ ഗേറ്റിന്റെ അടുത്തുനിന്നും ഉള്ളിലേക്ക് തള്ളിക്കൊടുത്തു. അങ്ങനെ കുട്ടി അകത്തേക്ക് കയറി. And he joined with the girls and boys. അവിടെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ കൂടെ ചേർന്നു. And he felt like a stranger. പക്ഷെ ഈ കുട്ടികളോടൊപ്പം ചേർന്നെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ട് തോന്നി. സ്ട്രേഞ്ചർ മീൻസ് അപരിചിതൻ, ആരെയും അറിയില്ല. കുട്ടിക്ക് ആരെയും അറിയില്ല. They do not know each other. So the boy felt that he is a stranger. And one boy asked him who brought him there. ഒരു കുട്ടി ചോദിച്ചു, നിന്നെ ആരാ ഇവിടെ കൊണ്ടാക്കിയത്? നിന്നെ ആരാ ഇവിടെ ഈ സ്കൂളിലേക്ക് കൊണ്ടാക്കിയതെന്ന് ചോദിച്ചു. When he replied it was his father, the boy suddenly said his father died. എന്ത് പറഞ്ഞു? എൻ്റെ അച്ഛനാ എന്നെ ഇവിടെ കൊണ്ടാക്കിയതെന്ന് പറഞ്ഞ ഉടനെ മറ്റേ കുട്ടി പറഞ്ഞു, എന്തേ? എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. And the boy didn't know what to say. പെട്ടെന്ന് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ കുട്ടിക്ക് സങ്കടമായി. ആൻഡ് ഹി ഡു നോട്ട് നോ വാട്ട് ടു സേ. എന്താ മറുപടി പറയേണ്ടെന്ന് അറിയില്ല. ആൻഡ് സം ബോയ്സ് ബിഗിൻ ടു ക്രൈ വെൻ ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. കുട്ടികളെല്ലാം അകത്ത് കയറി. അപ്പോഴേക്കും ഗേറ്റ് പൂട്ടി. അപ്പോഴേക്കും കുറച്ച് കുട്ടികൾ കരയാൻ തുടങ്ങി. ആൻഡ് എ ലേഡി ആൻഡ് സം മെൻ ബിഗിൻ ടു സോർട്ട് ദ സ്റ്റുഡൻസ് ഇൻ ടു റാങ്ക്സ്. അപ്പോഴേക്കും ഒരു സ്ത്രീയും കുറച്ച് ആളുകളും അവിടേക്ക് വന്നു. കുറച്ച് പുരുഷന്മാരും അവിടേക്ക് വന്നു. അവര് they began to sort out the students. ഓരോ കുട്ടികളെയും വേർതിരിച്ചവിടെ നിർത്താൻ തുടങ്ങി. അങ്ങനെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റി. ആ ഒരു സമയത്ത് the lady told them that it is their new home. ആ ലേഡി പറഞ്ഞു, എന്താ പറഞ്ഞത്? it is their new home and they have fathers and mothers there. പറഞ്ഞു, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഈ വീട്ടിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. And there is everything that is enjoyable and beneficial to knowledge and religion. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്താണ്? There is everything that is enjoyable and beneficial to knowledge and religion. നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും. നല്ല സന്തോഷമായിരിക്കും ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിക്കാൻ തുടങ്ങി, മയക്കാൻ തുടങ്ങി. ആൻഡ് സോ ആസ്ക്ഡ് them to wipe out tears and be happy. എന്നിട്ട് പറഞ്ഞു, മക്കളെല്ലാവരും കണ്ണൊക്കെ തുടച്ച് നല്ല സന്തോഷമായിട്ടിരിക്കണം. കാരണം എന്തുണ്ട്? നിങ്ങൾക്ക് ഇവിടെ പുതിയ വീടാണ്. ഈ പുതിയ വീട്ടിൽ നിങ്ങൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കരയാനൊന്നും പാടില്ല കേട്ടോ. നല്ല ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഓൾ ദി സ്റ്റുഡൻസ് were ready to face realities. മനസ്സിലായി. കുറച്ചു നേരം കരഞ്ഞു നോക്കി. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? all the students were ready to face realities. ഈ ഗേറ്റ് ഇനി ഇപ്പോഴൊന്നും തുറക്കൂല, വൈകിട്ട് മാത്രമേ തുറക്കുള്ളൂ എന്ന് മനസ്സിലായി. so they are ready to face realities. യാഥാർത്ഥ്യം അവര് അഭിമുഖീകരിക്കാൻ തയ്യാറായി. and so he got so many friends. കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചിട്ട് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ആൻഡ് ദേ ബിഗാൻ ടു പ്ലേ ഗെയിംസ് ലൈക്ക് സ്വിങ്സ്, വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ് എക്സെട്ര. അങ്ങനെ ഓരോ കളികൾ കളിക്കാൻ തുടങ്ങി. കുറച്ച് പേര് ഊഞ്ഞാലാടാൻ തുടങ്ങി. കുറച്ച് പേര് കുതിരപ്പുറത്ത് ആടിക്കളിക്കാൻ തുടങ്ങി. നമ്മുടെ അംഗൻവാടിയിലൊക്കെ കാണാം. അപ്പൊ അങ്ങനെയുള്ള ഓരോ കുറച്ച് പേര് ബോൾ കൊണ്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെട്ടു. ആൻഡ് ദേ ബിഗാൻ ടു സിംഗ് മ്യൂസിക് ആൻഡ് ലേൺ ലാംഗ്വേജ്. ആ സ്കൂളിൽ നിന്നും അവർ പാട്ട് പഠിക്കാനും അതേപോലെ തന്നെ ഭാഷ പഠിക്കാനൊക്കെ തുടങ്ങി, അക്ഷരം പഠിക്കാൻ തുടങ്ങി. ആൻഡ് there was the globe which was revolving and it shows various continents and countries. അവിടെ ഗ്ലോബ് ഉണ്ടായിരുന്നു. ആ ഗ്ലോബിൽ അവർക്ക് പല രാജ്യങ്ങളും കോണ്ടിനെന്റ്സും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് the story of the creator was read to them and the students were told of God's present world, afterlife, etc. അതോടൊപ്പം തന്നെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതേപോലെ ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച്, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നും അങ്ങനെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ
ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, മരണശേഷമുള്ള ജീവിതം, മരണാനന്തര ജീവിതം, അതിനെ കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഗെറ്റ് ആൻഡ് ദേ ഗെറ്റ് ഗുഡ് ഫുഡ്. They get good food, and after the food they had a nap, and after the nap they begin to play again. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിയതിനു ശേഷം വീണ്ടും കളികളിൽ ഏർപ്പെട്ടു. ആൻഡ് സ്ലോലി ഹി റിയലൈസ്ഡ് ദാറ്റ് തിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ സ്വീറ്റ് ഓർ ഗുഡ്. ക്രമേണ കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് കാര്യം നല്ലതുപോലെയല്ല, ഇതൊന്നും വളരെ മനോഹരമായ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ അല്ല എന്ന് മനസ്സിലായി. കാരണം ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡസ്റ്റ് ലേഡൻ വിങ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് ഒക്കെ. കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഫുള്ള് പൊടിയാണ്. അങ്ങനെ ആ പൊടിയടിക്കുന്ന കാറ്റുണ്ട്, അതായത് ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റടിക്കുന്ന സമയത്ത് ഫുള്ള് പൊടി പാറുന്നുണ്ട്. അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ്, ഓടിക്കളിക്കുന്ന സമയത്ത് വീണ് മുറിവ് പറ്റാറുണ്ട്. ആൻഡ് ദേ ഹാവ് ടു ബി വാച്ച്ഫുൾ ആൻഡ് പേഷ്യൻറ്റ്. അപ്പോഴും മനസ്സിലായി, ശ്രദ്ധിക്കണം, അതേപോലെ ക്ഷമയോട് കൂടിയിട്ട് നല്ല കുട്ടിയായിരിക്കണം എന്ന് മനസ്സിലായി. ആൻഡ് റൈവൽറീസ് ബ്രോട്ട് പെയിൻ, ഹേറ്റഡ് ആൻഡ് ഫൈറ്റിംഗ്. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ തുടങ്ങി. ഏതെങ്കിലും കുരുത്തം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ തുടങ്ങി. അപ്പോഴും മനസ്സിലായി, ക്ഷമയോടുകൂടി നല്ല കുട്ടിയായിട്ടിരിക്കണം. Then the lady began to scold and scold and began to give physical punishment. ഇങ്ങനെ കുട്ടികൾ പരസ്പരം അടികൂടാൻ ഒരുങ്ങിയ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് പുതിയ വീടാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ സോപ്പടിച്ച ആ സ്ത്രീ അവർക്ക് ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ സ്കോൾഡ് ചെയ്യാൻ, വഴക്ക് പറയാനോ അതേപോലെ തന്നെ ഒച്ചത്തിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി, ദേഷ്യം പിടിച്ചവര്. ആൻഡ് there came the time for going back to home. അങ്ങനെ ഈ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു, വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. വി സ്റ്റഡീഡ് എക്സേർഷൻ, സ്ട്രഗിൾ ആൻഡ് പെർസിവറൻസ്. സ്കൂളിൽ നിന്നും ഞങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു. ആ പാഠം എന്ന് പറയുന്നത് ക്ഷമയുടെ പാഠങ്ങളാണ്. അതോടൊപ്പം തന്നെ കഷ്ടപ്പാടിന്റെ, എങ്ങനെ പോരടിച്ച് നിൽക്കാം. നമ്മൾ പറയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, എങ്ങനെ അങ്ങനെ നിലനിൽക്കാം, ഇതൊക്കെ പഠിച്ചു. ആൻഡ് സം ഓഫ് ദ ബോയ്സ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് മെയ്ഡ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ചില കുട്ടികൾ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അതിൽ നിന്നും സന്തോഷം ഉൾക്കൊണ്ട് നല്ല മക്കളായിട്ട്, നല്ല സന്തോഷമുള്ള കുട്ടികളായിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങി. ആൻഡ് അറ്റ് ലാസ്റ്റ് there comes the end of the day. അങ്ങനെ അവസാനം എത്തിയ, ആ ദിവസത്തിന്റെ അവസാനം. And the gate was opened and the boy bid farewell to his friends. സ്കൂള് അവസാനിച്ചു. അങ്ങനെ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറക്കുമ്പോഴേക്കും മറ്റു കുട്ടികളോട് യാത്ര പറഞ്ഞ് ഈ കുട്ടി ഇറങ്ങി. ആൻഡ് ഹിസ് ഫാദർ വാസ് നോട്ട് ദെയർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു, ഐ വിൽ ബി ദെയർ ടിൽ ദ എൻഡ് ഓഫ് ദ ഡേ. പറഞ്ഞിരുന്നു, എന്താണ്, സ്കൂൾ വിട്ട് നീ വരുന്നവരെ ഞാനിവിടെ ഇരിക്കാമെന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തിട്ടാണ് വിട്ടത്. പക്ഷേ ഇപ്പോഴച്ഛനെ കാണുന്നില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി ഡിസൈഡഡ് ടു ഗോ ഹോം. കാരണം ഹി വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം. കുറേ നേരം വെയിറ്റ് ചെയ്തു അച്ഛനെ. ബട്ട് അറ്റ് ലാസ്റ്റ് ഹി ഡിസൈഡഡ് ടു ഗോ ഹോം എലോൺ. ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. കുറേ നേരം അച്ഛനെ കാത്തോടെ നിന്നു. അച്ഛൻ എപ്പം വരുമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ വന്നില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ആൻഡ് ഓൺ ദ വേ ഹി സോ എ മിഡിൽ ഏജ്ഡ് മാൻ. അങ്ങനെ മുന്നോട്ടേക്ക് നടന്ന സമയത്ത് ഒരു മിഡിൽ ഏജ്ഡ് മാനെ കണ്ടു. അയാൾ അറിയുന്ന ഒരാളാണ്. ദ ബോയ് ആസ്ക്ഡ് ഹിം ഹൗ ആർ യു. ചോദിച്ചു, എങ്ങനെയുണ്ട്. ബോയ് അങ്ങോട്ട് ചോദിച്ചു, മിഡിൽ ഏജ്ഡ് മാനോട് ചോദിച്ചു, അദ്ദേഹത്തെ അറിയുന്നതാണ്, ചോദിച്ചു എങ്ങനെയുണ്ട്. ആൻഡ് ദ മാൻ റിപ്ലൈഡ് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. ആൻഡ് സഡൻലി ഹി ഡിഡ്ന്റ് സീ ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് സ്കൂളിലേക്ക് വന്ന സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. രണ്ട് സൈഡിലും, ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ് വി ക്യാൻ സീ ഗാർഡൻസ്. ആ ഒരു ഗാർഡൻ കാണാൻ സാധിച്ചു. നിരനിരയായി ചെടികൾ വെച്ച് പിടിപ്പിച്ച സ്ട്രീറ്റിലൂടെയാണ് മുന്നോട്ട് പോയതെന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് കണ്ടില്ല, ഈ ഒരു സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. മറിച്ച് എന്താ കാണാൻ കഴിഞ്ഞത്, ഇൻസ്റ്റെഡ് there were many vehicles that you can see on the road. ആ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിച്ചു. ആൻഡ് crowds of people are there. ഒരു കൂട്ടം ജനം, അതായത് ജനക്കൂട്ടത്തെ കാണാൻ സാധിച്ചു. വാഹനങ്ങളുടെ കൂട്ടം, അതേപോലെ ജനങ്ങളുടെ കൂട്ടം. ആൻഡ് there were heap of rubbish on the sides of the street. ആ സ്ട്രീറ്റിന്റെ രണ്ട് വശത്തും
ചെടികളായിരുന്നു ആദ്യം കണ്ടത്. ഇപ്പോൾ കാണാൻ കഴിയുന്നത് മാലിന്യ കൂമ്പാരങ്ങൾ, റബിഷ് മീൻസ് വേസ്റ്റുകൾ കാണാൻ സാധിച്ചു. ആൻഡ് there were heap of rubbish. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂനയാണ്, കൂന കൂട്ടിയിട്ടേക്ക, വേസ്റ്റ് കൂന കൂട്ടിയിട്ട ആ പ്രദേശമാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ആ ഒരു ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ആദ്യമുള്ള ആ ഗ്രാമീണത, റൂറൽ സെറ്റിംഗ് മാറി ഇപ്പോൾ ഒരു സിറ്റി ലൈഫിലേക്ക് വന്നു. ആൻഡ് there were no fields. നേരത്തെ നമ്മൾ പറഞ്ഞു ക്രോപ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പീസ്, ഹെന്ന ട്രീസ്, അതേപോലെ തന്നെ ഫ്യൂ പാം ട്രീസ് നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോഴ് there were no fields. പാടങ്ങളൊന്നും തന്നെ ഇല്ല, മറിച്ച് വേറെ എന്താണുള്ളത്? ഇൻസ്റ്റഡ് ഹൈ ബിൽഡിങ്സ് ഓർ ഹ്യൂജ് ബിൽഡിങ്സ് were seen. വലിയ ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ കാണാൻ സാധിച്ചു, നിലനിലയുള്ള കെട്ടിടങ്ങൾ. ആൻഡ് there were many children on the street. കുറേ കുട്ടികളെയും ആ സ്ട്രീറ്റിൽ കാണാൻ സാധിച്ചു. Disturbing noises are there and he can see performing magicians and snake charmers. അദ്ദേഹത്തിന് ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ റോഡ് സൈഡിൽ മജീഷ്യന്മാരെയും അതേപോലെ തന്നെ പാമ്പാട്ടികളെയും ഒക്കെ കാണാൻ സാധിച്ചു. ആൻഡ് there was a group of people announcing the opening of circus with clowns and weightlifters moving in front. അങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഒരു സർക്കസ് ഗ്രൂപ്പിനെ കണ്ടു. അതിൽ കുറച്ച് ക്ലൗൺസ് ഉണ്ട്, കോമാളികളുണ്ട്, അതോടൊപ്പം തന്നെ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എ ലൈൻ ഓഫ് ട്രക്സ് വിത്ത് സോൾജിയേഴ്സ് പാസ്റ്റ്. വീണ്ടും കണ്ടത് ഒരു കൂട്ടം പട്ടാളക്കാര് അവരുടെ വണ്ടി പോകുന്നത് കണ്ടു. Then the siren of fire engines is heard. ഫയർ എഞ്ചിന്റെ ശബ്ദം. And there was a fight between the passenger of a taxi and its driver. പിന്നെയും മുന്നോട്ടേക്ക് പോയ സമയത്ത് ഒരു ടാക്സി ഡ്രൈവർ അദ്ദേഹത്തിന്റെ യാത്രക്കാരനുമായിട്ട് വഴക്കടിക്കുന്നത് കണ്ടു. ആൻഡ് ദ പാസഞ്ചേഴ്സ് വൈഫ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ് ബട്ട് നോബഡി വാസ് ദേർ ടു ഹെൽപ്പ്. പാസഞ്ചറുടെ ഭാര്യ സഹായത്തിനായിട്ട് അപേക്ഷിച്ചു, പക്ഷെ ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് അദ്ദേഹം പറയുന്നത്. ആ റോഡിലൊക്കെ ഒരുപാട് ബഹളങ്ങളാണ്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന അവസ്ഥ. ഇഷ്ടംപോലെ ആളുകളുണ്ട്, പക്ഷേ ധാരാളം ആളുകളുണ്ട് എങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ മോഡേൺ കാലഘട്ടത്തിന്റെ ആ ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ the narrator got excited how all this happened within a half a day. പെട്ടെന്ന് നരേറ്റർക്ക് അതിശയം തോന്നി, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഹാഫ് എ ഡേക്കുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ മോർണിംഗ് ആൻഡ് സൺസെറ്റ്. ഇവിടെ മോർണിംഗ് ആൻഡ് സൺസെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ഫ്രം ബർത്ത് ടു ദ ഓൾഡ് ഏജ്. ആ ഒരു കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. Reader, he needs to find answer with his father, but he cannot find his home. തൻ്റെ വീട് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. ബിക്കോസ് he can see only tall buildings and crowds. കാരണം നേരത്തെ നിരനിരയായി പൂന്തോട്ടങ്ങൾ അല്ലെങ്കിൽ ചെടികളുള്ള മനോഹരമായ വഴിയിലൂടെയായിരുന്നു മുന്നോട്ടേക്ക് പോയത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ജനക്കൂട്ടത്തെയും അതോടൊപ്പം തന്നെ വലിയ ബിൽഡിങ്ങുകളുമാണ്. ആൻഡ് he has to cross Abu Khoda to reach home, but he is sure that he cannot cross it as there is continuous flow of vehicles and the shrieking of fire engines. അദ്ദേഹത്തിന് മനസ്സിലായി അബു ഖോദ എന്ന ആ സ്ഥലം ക്രോസ് ചെയ്താൽ മാത്രം. ഇതൊരു അബു ഖോദ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രീറ്റ് ഫുൾ ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളും തിരക്കും നിറഞ്ഞ ഒരു സ്ട്രീറ്റാണ് അബു ഖോദ എന്ന് പറയുന്നത്. ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്താൽ മാത്രമേ തനിക്ക് തൻ്റെ വീട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് തനിക്ക് ഒരിക്കലും ക്രോസ് ചെയ്യാൻ കഴിയില്ല എന്നറിയാം. ബിക്കോസ് ഇറ്റ് വാസ് thickly crowded with people and vehicles, and there is also the shrieking of fire engine. ഫയർ എഞ്ചിന്റെ ശബ്ദം, സൈറൻ ഇങ്ങനെ കൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് പോകുന്ന ശബ്ദം, അതേപോലെ തന്നെ ഫയർ എഞ്ചിന്റെ ശബ്ദം, അതേപോലെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു, ജനക്കൂട്ടം. ഈ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം തൻ്റെ വീട്ടിലെത്താൻ. അതൊരിക്കലും തനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ തനിക്ക് ഈ ഒരു അബു ഖോദ എന്ന സ്ഥലം കടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇവിടെ ഈ കഥ ഒരു അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺസ് എൻറ്റയർ ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതമാണ്, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ഒരു ജീവിതമാണ് വിവരിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് ഓർ ഡ്യൂറിങ് ദിസ് പീരീഡ് we have to suffer a lot of problems, and at the same time we get happiness, or if we seek we can find happiness.
നമ്മൾ നേരത്തെ പറഞ്ഞു സ്കൂൾ കുട്ടികൾ, കുറച്ച് കുട്ടികൾ അവിടുന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ചില കുട്ടികൾ ആ ഒരു സിറ്റുവേഷൻ സന്തോഷപ്രദമാക്കി മാറ്റി. അത് നമ്മൾ പറയുന്നത് നമ്മൾക്ക് തന്നെ നമ്മളുടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും ഈ ജീവിതയാത്രയിൽ. അങ്ങനെയുള്ള അലിഗോറിക്കൽ ഓർ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. Then we can move on to the exercises. First one, why did the narrator wear new clothes? The narrator was going to school for the first time and so he wore new clothes. It was his father who took him to school and he has black shoes, green school uniform and a red hat. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. Then second one, explain how the child challenges the idea of schooling. The child challenges his idea of schooling by looking back at the mother who is watching him by sitting near the window. The boy thought that his parents are breaking his comfort zone and the school looks like a fortress, stern and grim. Third one, I was not convinced. Explain the child's thoughts on schooling. The boy didn't know why he was sent to school and he promised his father that he will never annoy him. Then his father told him that school was not a place of punishment. It is a factory that makes people useful men out of boys. Fourth question, how did the father motivate the child when he resisted to enter the class? The father motivated the boy saying that school is in fact a factory that makes people useful men out of boys and school is not a place of punishment. The school makes him good as his father and brothers and from that day onwards he is truly beginning his life. This is how the father motivated the boy. Fifth one, why did the boy feel like a stranger in school? In the school, the boy can see many boys and girls, but no one knew each other. So the boy felt like a stranger in the school. Sixth one, what do you think about the teacher's attempt to console the children by calling school a new home? Answer, when the gate of the school was closed, some of the boys or some of the children started crying. A lady and some men consoled them, saying that the school is their new home and they have fathers and mothers there and there is everything that is enjoyable and beneficial to knowledge and religion. This is how the teachers tried to console these children. Then seventh one, the boy turned happy after he found a rich variety in school. Comment. The boy was happy in the rich variety of the school. There were many boys to befriend and girls to love. And there were swings, the vaulting horse, ball games, etc. And they learned music, language and saw a globe showing various continents and countries. The story of the Creator was read to them and they had good food, took a little nap and played again. Thus, the boy was happy in the rich variety of the school. Then eighth question, what realization made the narrator say, we didn't find it as totally sweet and unclouded as presumed? Answer, even though they had good food, games and learning, all things were not happy or all things were not good. Dust-laden winds and unexpected accidents occurred and so the boys had to be watchful and patient. Rivalries brought pain, hatred and fighting and the ladies sometimes scolded, scowled and gave them physical punishment. Then ninth question, write a short note on the narrative techniques used by the author. The author used first-person narrative and the mode of storytelling in this chapter. It is in linear style
That is, the story has a step-by-step process or progress. Simple language is used in this story, and short sentences make the story interesting. Then 10th question, why did the boy resist his father's attempt to send him to school? What made him ask the question, why school? The boy felt comfortable at home and he thought that his father was breaking his comfort zone by sending him to school. And he thought that school is a place of punishment, and so he asked his father, why school? ഇത്രയുമാണ് ഇതിൻ്റെ എക്സസൈസസ്. പിന്നീട് പാരഗ്രാഫ് എസ്സേയുമാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.